മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലമായി തന്നെ ബൈസൺ എക്കാലത്തും ഉണ്ടായിരുന്നു എന്നതും സത്യമാണ്. ബൈസൺ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രകൃതി ഇവിടെ കനിഞ്ഞു നൽകിയിരിക്കുന്ന സൗന്ദര്യമാണ്. ഇത് ബൈസണിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും പച്ച പൈൻ കാടുകൾ, അതിനു മുകളിൽ മലനിരകൾ, ആ മലനിരകളിൽ മഞ്ഞ് വീഴ്ന്നു കിടക്കുന്നു. അത്തരത്തിൽ അതിമനോഹരമായ കാഴ്ച, പച്ചപ്പും മഞ്ഞും മലയുമൊക്കെ നമ്മളെ എപ്പോഴും ആകർഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു വശത്തെ കാഴ്ച മാത്രമാണ്. മറ്റൊരു വശത്തെ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പൈൻമരങ്ങളുടെ കാട്. പൈൻമരങ്ങൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. ഒരുപാട് ഫോട്ടോകൾക്കും ഒരുപാട് വീഡിയോകൾക്കൊക്കെ ആളുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ് പൈൻമരക്കാടുകൾ. ഈ പൈൻമരക്കാടുകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് മറ്റൊരു ബ്യൂട്ടിയാണ് ഈ തരത്തിൽ പെഹൽഗാമിനും അതോടൊപ്പം തന്നെ ബൈസണിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം അത്രയധികം മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. നല്ല കാലാവസ്ഥയാണ്, തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ എല്ലാം കൊണ്ടും മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലമായി തന്നെ ബൈസൺ എക്കാലത്തും ഉണ്ടായിരുന്നു എന്നതും സത്യമാണ്. അതിപ്പോൾ വരും നാളുകൾ, പ്രത്യേകിച്ച് ഭീകരവാദ പ്രവർത്തനം അടക്കമുണ്ടായി, ആക്രമണം അടക്കമുണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് എത്തുന്നതിനൊരു തിരിച്ചടിയാണെങ്കിൽ പോലും വരും നാളുകളിലേക്കും ബൈസണിലേക്ക് ആളുകൾ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആളുകളുടെ ഒഴുക്ക് ഇനിയും ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ പെഹൽഗാം.